Hello guys, welcome to our channel TVT Fun World. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ ചിക്കൻ. അതിലേക്ക് ഇടാനുള്ള സാധനങ്ങൾ കണ്ടാലോ? ഒരു കഞ്ചാണ്. ഫസ്റ്റ് നമ്മൾ നാരങ്ങ നീര്, ഉള്ളി, തക്കാളി, 4 പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിച്ചപ്പ്, പിന്നെ ഒരു തൈര്, നാരങ്ങനീര്, മിക്സിയിലേക്ക് പത്ത് നാരങ്ങനീര് ഒഴിച്ചു. വെള്ളുള്ളി ഇട്ടിട്ടുക. തക്കാളി ഇട്ടെടുക്കുക. പച്ചമുളക് ഇട്ടെടുക്കുക. കറിവേപ്പിൻ്റെ വെളുത്തുള്ളിയാണ് ഇട്ടോട്ടേണ്ടത്, ഇഞ്ചല്ല. മല്ലിച്ചപ്പ് ഇട്ടോട്ട് ഇതിലോട്ട് തൈര് ഇട്ടെടുക്കുക. നമ്മൾ ഇതിലോട്ട് ഇത് അരച്ചെടുക്കുക. അരച്ചെടുത്ത മാവിലോട്ട് 1 സ്പൂൺ മുളക് പൊടി ചേർക്കുക. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി നമ്മൾ 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടെടുക്കുക. നമ്മൾ മല്ലിപ്പൊടി വലിയ സ്പൂൺ, ചെറിയ സ്പൂൺ മല്ലിപ്പൊടി കുറച്ചും പാടി ഇട്ടെടുക്കുക. നമുക്ക് ഇത് അരച്ചിട്ട് വരാം. നേരത്തെ അരച്ചെടുക്കും, 2 പ്രാവശ്യം അരച്ചെടുക്കണേ. വേവിക്കാൻ പോണ ചിക്കൻ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. ഫുൾ ചിക്കനാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ഫുള്ള് അരിഞ്ഞെടുത്ത് നമ്മൾ അരച്ചെടുക്കുന്ന മാവ് ഇതിന് ഒഴിച്ചെടുക്കുക. എല്ലായിടത്തും നാട്ടിൽ തേച്ചെടുക്കുക. പാട്ടൊക്കെ പാടി നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മൾ ആ കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മൾ അരച്ച ബാക്കിയുള്ള മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. നമുക്ക് 20 മിനിറ്റ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം, വേവിച്ചെടുക്കാം. ഞാൻ പറഞ്ഞത് ചെറിയൊരു മസാല ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു പാൻ ഗ്യാസ് വെച്ച് ചൂടാക്കി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കും.
ഒരു മീഡിയം സൈസ് സവാള എടുത്താൽ മതി. ഈ സവാള ഒന്ന് സോഫ്റ്റ് ആണ് വരെ ഇളക്കിയെടുക്കുക. ശേഷം ഉപ്പും പാലും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതുണ്ടാക്കുന്നത് ഒരു മസാലയാണ് കേട്ടോ. ഇതുണ്ടാക്കുന്ന സമയം കൊണ്ട് കുക്കറിൽ നമ്മൾ ചിക്കൻ വേവുന്നുണ്ട്. നമ്മൾ സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ടൊമാറ്റോ ചേർത്തെടുക്കുക. ഒരു മീഡിയം സൈസ് ടൊമാറ്റോയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ക്യാപ്സിക്കം ഈ മസാലയിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടും മസാലയ്ക്ക്. മസാലയിൽ ക്യാപ്സിക്കം കടിക്കൊന്നുമില്ല, നല്ല വെന്ത് പോവും. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. years later. ഐസിൻ്റെ മോനെ, നമ്മൾ കുക്കറിലിട്ട് ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ആവിയപ്പോൾ പറഞ്ഞ് കണ്ട. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടിലേക്ക് 2 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കുക. കുറച്ച് സോയ സോസും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കസൂരി മേത്തിയാണ്. 1/2 സ്പൂൺ കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ടേസ്റ്റിന് ചേർത്താൽ മതി. ചിലവർക്ക് കസൂരി മേത്തി നല്ല ഇഷ്ടമായിക്കരാം, ചിലവർക്ക് അത് ഇഷ്ടാവില്ല. അതുപോലെ നിങ്ങളുടെ ടേസ്റ്റിന് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിച്ചപ്പും പാലും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച ചിക്കന് അതിൻ്റെ മസാലയോടെ കൂടി നമ്മൾ ഈ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ പാനിൽ വരുന്ന മസാല വറ്റി വരണം. ഈ ചിക്കനിലുള്ള വെള്ളവും നമ്മളെ മസാല ഗ്രേവിയും വറ്റി വരണം. മസാല ഒരു ടേസ്റ്റുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ചിക്കനത്തെ വെള്ളമൊക്കെ വറ്റി ഒരു തിക്കായ ഗ്രേവി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളത്തോടാക്കാം. നിങ്ങളിവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കനിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ മസാലയുടെ പാകം. കുറച്ച് മല്ലിച്ചപ്പ് എടുത്ത് നമുക്ക് വിളമ്പാം. ഒരു തവണ ഈ ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഗായ്സ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ കുക്കർ ചിക്കൻ റെഡി. എൻ്റെ ഉപ്പാക്ക് നല്ല ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി, എൻ്റെ എത്താക്കും ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമാവും. നിങ്ങൾ വീഡിയോ കണ്ടവർക്കൊക്കെ നന്ദി. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.